പെരിന്തൽമണ്ണ കഴിഞ്ഞ തവണ നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 38 ഭൂരിപക്ഷമാണ്. 38 വോട്ടാണ്. 38 വോട്ട്. തെരഞ്ഞെടുപ്പ് കേസുകളിലേക്കൊക്കെ പോയല്ലോ. അതെ. അപ്പൊ പെരിന്തൽമണ്ണയിൽ കോടതിയിൽ പോയി തന്റെ MLA സ്ഥാനം തിരുവനന്തപുരത്തിന്റെ റാങ്ക് 10ാം റാങ്കാണ്. 10ാം റാങ്കാണ്. അതായത് മിടുക്കനാണ് MLA എന്ന് പറയുകയാണ്. 83.4 അതെ അതെ 83.4. കേരളത്തിൽ 140 MLA-മാരിൽ 10ാമത്തെ റാങ്കിൽ അതൊരു വലിയ നേട്ടം എന്ന് തന്നെ പറയേണ്ടത്. കേരളത്തിലെ മുഴുവൻ MLA-മാരുടെ കൂട്ടത്തിൽ 10ാം സ്ഥാനത്ത് നജീബ് കാന്തപുരം വരുന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടമായി തന്നെ കണക്കാക്കി. നജീബ് കാന്തപുരത്തെ സഭയിൽ കാണാം, സഭയ്ക്ക് പുറത്ത് കാണാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിട്ടുണ്ട്, സത്യാഗ്രഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. നല്ല MLA ആണ്. എല്ലാ വിഷയങ്ങളും കൃത്യമായി പ്രതികരിക്കുന്ന MLA ആണ്. സഭയിൽ നമ്മൾ തന്നെ സംഘടിപ്പിച്ച കോൺക്ലേവുകളിലടക്കം സഭയിൽ കൃത്യമായിട്ട് നജീബ് കാന്തപുരം സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചു. 10ാം സ്ഥാനത്ത് നജീബ് കാന്തപുരം വരുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ മുസ്ലിം ലീഗിലുള്ള മറ്റേതെങ്കിലും ഒരു MLA വരുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവശേഷിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് 32 വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് കടന്നുകൂടിയ നജീബ് കാന്തപുരം, 38 വോട്ടുകൾക്ക് കടന്നുകൂടിയ നജീബ് കാന്തപുരം ഇപ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും തീർച്ചയായും പ്രാതിനിധ്യവും സ്വാധീനവും വർദ്ധിപ്പിക്കും. പെരിന്തൽമണ്ണയിലെ ചെറുപ്പക്കാർക്കിടയിൽ നജീബ് കാന്തപുരം കൊണ്ടുവന്ന ഒരുപാട് മിഷനറി ആയിട്ടുള്ള പരിപാടികളുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ മികച്ചതാണ്. വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം അവിടെ സിവിൽ സർവീസ് അക്കാദമി കൊണ്ടുവന്നു, ഒരു സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നു അവിടുത്തെ ചെറുപ്പക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി ഫ്രീ ഓഫ് കോഴ്സ് കേട്ടോ. ഏതെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കുള്ളവർക്കുള്ള സഹായം, വിവിധ വിഷയങ്ങളിൽ എല്ലാത്തിനും ഇറങ്ങി വിവിധ വിഷയങ്ങളിൽ